ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ, ശാരിക പൈതൽ താനും വന്നിച്ചു വന്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. എല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. അടുത്തത് പാരായണം ചെയ്യുന്ന സംസ്കാര കർമ്മത്തെക്കുറിച്ചാണ്. ശ്രുത്വാ ഗുരുവചനം നൃപനന്ദനൻ കൃത്വാ യഥവിധി സംസ്കാരകർമ്മവും, മിത്രഭൃത്യാമാത്യ സോദരോപാധ്യായ യുക്തനായൊരു ഭരതകുമാരനും തഥാ ശരീരം എണ്ണത്തോണി തന്നിൽ നിന്നാദരപൂർവമെടുത്തു നീരാടിച്ചു. ദിവ്യാംബരാഭരണാലേപനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചിടിനാൻ. അഗ്നിഹോത്രാഗ്നി തന്നിൽ അഗ്നിഹോത്രിയെ സംസ്കരിക്കും വണ്ണമാചാര്യ സംയുതം ദത്വാ തിലോദകം ദ്വാദശവാസരെ ഭക്ത്യാ കഴിച്ചു പിണ്ടവുമാദരാൽ. വേദപാരായണന്മാരാ ദ്വിജാവലിക്കോദനോ ഗോദന ഗ്രാമരത്നാംബരം ഭൂഷണാലേപന താമ്പൂല പൂകങ്ങൾ ഘോഷേണ ദാനവും ചെയ്തു. സസോദരം വീണ നമസ്കരിച്ച ആശീർവചനുമാദാനവും ചെയ്തു. വിശുദ്ധനായി മേവിനായി ജാനകി ലക്ഷ്മണ സംയുതനായിടൻ കാനനം പ്രാപിച്ച രാമകുമാരനെ മാനസേ ചിന്തിച്ചനുദിനം മാനവവീരനായൊരു ഭരതനും സാനുജനായി വസിച്ചിടിനാൻ അദ്ദിരം നാനാസുർജനത്തോടു മനാകുലം. തത്ര വസിഷ്ഠ മുനീന്ദ്രൻ മുനികുലസത്തമന്മാരുമായി വന്നു സപാന്തികെ അർണോരുഹാസന സന്നിഭാനാം മുനി സ്വർണാസനെ മരുവീടിനാനാദര. ശത്രുഘ്ന സംയുക്തനായ ഭരതനെ തത്ര വരുത്തിയ നേരമവർകളും മന്ത്രികളോടും പുരവാസികളോടും അന്തരാനന്ദം വളർന്നു മരുവിനാൽ കുമ്പിട്ട് നിന്ന ഭരതകുമാരനോടംബോജ സംഭവ നന്ദനൻ ചൊല്ലിനാൻ. ദേശകാലോചിതമായുള്ള വാക്കുകൾ ദേശികനായ നാനാശു ചൊല്ലിയിടുവൻ. സത്യസന്ധന്തവ താതന്റെ ശരതം പ്രതീതരം നിനക്കദ്യ നൽകിയിടിനാൻ. പുത്രാഭിതായാർത്ഥമേഷ കൈകേയിക്ക് ദത്തമായൊരു വരദ്വയം കാരണം മന്ത്രപൂർവം അഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോടും അൻപോടു ചെയ്തിടുവൻ. രാജകമ്മാം ഭവാനാലിനി ത്യാജമല്ലെന്നു ധരിക്ക കുമാര. നീ താത നിയോഗമനുഷ്ഠിക്കുകയും വേണം. പാതകമുണ്ടാമതല്ലായിലും ജീവനും ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്ക് വന്നുകൂടും ഗുരുപ്രസാദത്തിനാൽ എന്നരു ചെയ്ത വസിഷ്ഠ മുനിയോട് നന്നായി തൊഴുതു ഉണർത്തിച്ചു ഭരതനും. ഇന്നടിയനു രാജ്യം കൊണ്ട് കിംബലം മനവനാകുന്നത് മമ പൂർവജൻ. നിങ്ങളവനുടെ കിങ്കരന്മാരത്ര നിങ്ങളിതെല്ലാം അറിഞ്ഞല്ലുമേവുന്നു. നാളെ പുലർക്കാലെ പോകുന്നതുണ്ട് ഞാൻ നാളിക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ. ഞാനും ഭവാനും അരുന്ധതീ ദേവിയും നാനാപുരവാസികളും അമാത്യരും ആനതേർക്കാലാൽ കുതിരപ്പടയോടും ആനക ശംഖപടഹവാദ്യത്തോടും സോദര ഭൂസുര താപസ സാമ
മന്ദ മിഥിനി പാലക വൈശ്യശൂദ്രാധിയം സാദരമാശു കൈകേയൊഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ട് പോകണം. രാമനിങ്ങാഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ. മൂലഫലങ്ങൾ ഭുജിച്ചു ഉപസീതവും ആലേപനം ചെയ്തു വൽക്കലവും പൂണ്ടു താപസവേഷം ധരിച്ചു ജട പൂണ്ടു താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ. ഇത്തം ഭരതൻ പറഞ്ഞത് കേട്ടവരെത്രയും നന്നെന്നു ചൊല്ലിയിടിനാർ. അടുത്തതായി പാരായണം ചെയ്യുന്നത് ഭരതൻ്റെ വനയാത്രയെക്കുറിച്ചാണ്. ചിത്തി നിനക്കിതു തോന്നിയത് അത്ഭുതം, ഉത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ. സാധുക്കളെ വമ്പുകഴ്ത്തുന്ന നേരം ആദിത്യദേവനുദിച്ചു ഭരതനും ശത്രുഘ്നോടുകൂടെ പുറപ്പെട്ടിതു. തത്ര സുമന്ത്ര നിയോഗേന സൈന്യവും സത്വരൻ രാമനെ കാൺമാൻ നടന്നിതു. ചിത്തി നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും രാജതാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാണാൻ നടന്നിതു. താപസശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും താപസവൃന്ദേന സാകം പുറപ്പെട്ടു. ഭൂമി കിളർന്നു പൊങ്ങിടം പൊടികളം വ്യോമിനി ചെന്നു പരന്നു ചമഞ്ഞിതു. രാഘവാലോകനാനന്ദ വിവശരാലോകരറിഞ്ഞില്ല. മാർഗഖേദങ്ങളെ ശൃംഗി വേറാക്കിയ പുരംഗമിച്ചിട്ടുടെ ഗംഗാതടെ ചെന്നിരുന്നു പെരുമ്പട. കേകയ പുത്രി സുതൻ പടയോടുമി ആഗതനായതു കേട്ടു ഗുഹൻ തഥാ ശങ്കിത മാനസനായി വന്നു തന്നെ കിങ്കരന്മാരോട് ചൊന്നാനതു നേരം. ബാണജാവാദി ശസ്ത്രങ്ങളും കൈക്കൊണ്ട് തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും. ഞാനങ്ങു ചെന്നു കണ്ടിപ്പോൾ വരുന്നതുണ്ടോ വൈകിടാതെ. അന്തികെ ചെന്നു വന്നിച്ചാലവനുടെ അന്തർഗതമറിഞ്ഞിടുന്നതുണ്ടല്ലോ. രാഘവനോടു വിരോധത്തിനെങ്കിലോ പോകരുതാരും ഇവരിനി നിർണയം. ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം പദ്ധതിക്കേതും വിഷാദവും കൂടാതെ. ഇത്തം വിചാരിച്ചുറച്ചു ഗുഹൻ ചെന്നു സത്വരം കാൽക്കൽ നമസ്കരിച്ചിടിനാൻ. നാനാവിധോപായനങ്ങളും കാഴ്ചവെച്ച ആനന്ദപൂർവം തൊഴുതു നിന്നിടിനാൻ. ചീരാംബരങ്കന ശ്യാമം ജടാം ധരം ശ്രീരാമമന്ത്രം ജപന്തമനാരദം ധീരം കുമാരം കുമാരോപമം മഹാവീരം രഘുവര സോദരം സാനുജം മാരസമാന ശരീരം മനോഹരം. കാരുണ്യസാഗരം കണ്ടു ഗുഹൻ തഥാ ഭൂമിയിൽ വീണു ഗുഹോഹമിത്യുക്ത പ്രണാമവും ചെയ്തു. ഭരതനും അന്നേരം ഉത്ഥാപ്യ കാടമാലിംഗ്യ രഘുനാഥ ഭക്തം വയസ്യമനാമയ വാക്യവും ഉക്താഗുഹനോട് പിന്നെയും ചൊല്ലിനാൻ. ഉത്തമ പുരുഷോത്തം സരത്നം ഭവാൻ ആലിംഗനം ചെയ്തു വല്ലോ ഭവാനെ ലോകാലംബനബുധനാകിയ രാഘവൻ. ലക്ഷ്മി ഭഗവതി ദേവിക്കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റൊരുവർക്കും അതോർക്ക നീ. ധന്യനാകുന്നതു നീ ഭുവനത്തിങ്കലിന്നതീനല്ലൊരു സംശയം മത്സകെ സോദരനോടും ജനകാത്മജയോടും. ഏതൊരിടത്തു നിന്നൻപോടു കണ്ടിതു രാമനെ നീയവനെന്തോ പറഞ്ഞതും നീ മുത രാമനോടെന്തോന്നു ചൊന്നതും. യാതൊരിടത്തുറങ്ങി രഘുനായകൻ സീതയോടും കൂടി നീയവിടം മുതാ കാട്ടിത്തരികെന്നു കേട്ടു ഗുഹൻ തഥാ വാട്ടമില്ലാത്തൊരു സന്തോഷചേതസ ഭക്തൻ ഭരതൻ അത്യുത്തമനെന്നു തൻ ചിത്തെ നിരൂപിച്ചുടൻ നടന്നിടിന. എത്ര സുപ്തോ നിശിരാഘവൻ സീതയാ തത്ര ഗത്വാ ഗുഹൻ സത്വരം ചൊല്ലിന. കണ്ടാലുമെങ്കിൽ കുശാസ്ത്രിതം സീതയാ കൊണ്ടൽ വർണ്ണൻ തൻ മഹാശയനസ്ഥലം. കണ്ടു ഭരതനും മുക്തബാഷ്പോദകം തൊണ്ട വിറച്ചു സഗദ്ഗതം ചൊല്ലിനാൻ. ഹാ കുമാരി മനോഹരി ജാനകി പ്രാസാദമൂർധനി സുവർണതൽപസ്ഥലേ കോമള സ്നിഗ്ധവളാംബരാശ്രുതേ രാമണേ ശേദേ മഹാസുഖം സാഗതം ശേദേ കുശമയ വിഷ്ടരേ നിഷ്ഠുരേ ഖേദേന സീതാമതീയാഗ്രജന്മന. മദ്ദോഷകാരണാലെന്നതു ചിന്തിച്ചു മിദ്ദേഹമാശു പരിത്യജിച്ചിടുവൻ കിൽബിഷകാരിണിയായ കൈകേയിതൻ ഗർഭത്തിൽ നിന്നു ജനിച്ചൊരു കാരണം. ദുഷ്കൃതിയായ ദീപാപിയാമെന്നെയും ധിക്കരിച്ചിടിനൻ പിന്നെയും ജന്മസാഫല്യവും വന്നിതനൂജനു നിർമ്മല മാനസൻ ഭാഗ്യവാനെത്രയും. അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും വ്യഗ്രം വനത്തിനു പോയതവനല്ലോ. ശ്രീരാമദാസദാസന്മാർക്കും ദാസനായാരുടെ ഭക്തി പൂണ്ടേഷ
പുരുഷനാനും സദാ നിത്യവും സേവിച്ചു കൊള്ളുവനെന്നാൽ വരും മർത്യജന്മത്തിൽ ബലമെന്നു നിർണയം ചൊല്ലു നീ എന്നോട് വീടേ വസതി കൗസല്യാതനയന വീടേക്കു വൈകാതെ ചെന്നു ഞാനിങ്ങു കൂട്ടിക്കൊണ്ടു പോരുവനെന്നതു കേട്ടു ഗുഹനു മുര ചെയ്ത മംഗളാദേവതാ വല്ലഭൻ തങ്കലിന്നിങ്ങനെയുള്ളൊരു ഭക്തിയുണ്ടാകയ പുണ്യവാന്മാരിൽ വച്ചഗ്രസേരൻ ഭവാൻ നിർണയമെങ്കിലോ കേൾക്ക മഹാമതേ ഗംഗാനദി കടന്നാലടുത്തെത്രയും മംഗളമായുള്ള ചിത്രകൂടാചലം തന്നികടെ വസിക്കുന്നിതു സീതയ തന്നെ സോദരനോടും യഥാസുഖം ഇത്തങ്കുഹോക്തികൾ കേട്ടു ഭരതനും തത്ര ഗച്ഛാമഹേ ശീഘ്രം പ്രിയ സഖേ കർത്തുമർത്യതടീനിയെ സത്വരം കർത്തുമുദ്യോഗം സമർത്ഥോ ഭവാദ്യനി ശ്രുത്വാ ഭരതവാക്യം ഗുഹൻ സാദരം ഗതാ വിഭൂത നദിയെ കടത്തുവാൻ ഭൃത്യജനത്തോടുകൂടെ സസംഭ്രമം വിസ്താരയുക്തം മഹാക്ഷേപണീയുതം അഞ്ചസാകൂലദേശം നിറച്ചിടിനാൻ 500 തോണി വരുത്തി നിരത്തിനാൻ ഊറ്റമായൊരു തുഴയുമെടുത്തതിലേറ്റം വലിയൊരു തോണിയിൽ താൻ മുതാ ശത്രുഘ്നനോടും ഭരതനെയും മുനിസത്തമനായ വസിഷ്ഠനെയും തഥാ രാമമാതാവായ കൗസല്യ തന്നെയും വാമശീലാംഗിയാം കൈകേയി തന്നെയും ഉത്തമയ സുമിത്ര ദേവി തന്നെയും പൃഥ്വീശപത്നിമാർ മറ്റുള്ളവരെയും ഭക്തതൊഴുതു കരേറ്റി മന്ദം തുഴനസ്തഭീത്യ കടത്തിയിടിനാനാദരാൽ ഉമ്പാർത്തടീനിയെ കുമ്പിട്ടനാകുലം മുമ്പേ കടന്നിതു വമ്പടയും തഥാ ശീഘ്രം ഭരദ്വാജതാപസേന്ദ്രാശ്രമം വ്യാഘ്രഗോവൃന്ദപൂർണം വിരോധം വിനാ സംപ്രാപ്യ സംപ്രീതനായ ഭരതന് വൻപടയൊക്കവേ ദൂരെ നിർത്തിയിടിനാൻ താനു മനോജനുമായുടെ ജാങ്കണെ സാനന്ദമാവിശ്യ നിന്നോരനന്തരം ഉജ്ജ്വലന്തം മഹാതേജസാതാപസം വിജരാത്മാനമാസീനം വിധീസമം ദൃഷ്ടനാമ സാഷ്ടാംഗം സസോദരം പുഷ്ടഭക്ത്യാപരദ്വാജ മുനീശ്വരം ജ്ഞാത ദശരഥനന്ദനം ബാലകം പ്രീത്യൈവ പൂജയാമാസ മുനീന്ദ്രനും ഹൃഷ്ടവാചാകുശലപ്രശ്നവുഞ്ചിതം ദൃഷ്ട്വാ തഥാ ജടാവൽക്കലാധാരിണ തുഷ്ടീകലർന്നരുൾ ചെയ്താന്നിതീനെന്തടോ കഷ്ടമി കോപ്പുവന്ന മല്ലൊട്ടുമേ രാജ്യവും പാലിച്ചു നാനാജനങ്ങളാൽ പൂജനായൊരു നീ എന്തിനായി ഇങ്ങനെ വൽക്കലവും ജടയും പൂണ്ടു താപസമുഖ്യ വേഷത്തെ പരിഗ്രഹിച്ചിടുവാൻ എന്തൊരു കാരണം വൻപടയോടും അഹന്ത വനാന്തരെ വന്നതും ചൊല്ലു നീ ശ്രുത്വാ ഭരദ്വാജവാക്യം ഭരതനും ഇത്തം മുനീവരൻ തന്നോടു ചൊല്ലിനാൻ നിന്തിരുവുള്ളത്തിലേറാതെ ലോകത്തിൽ എന്തൊരു വൃത്താന്തമുള്ളൂ മഹാമുനെ എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പനി സങ്കടം പോവാൻ അനുഗ്രഹിക്കണമേ രാമാഭിഷേക വിഘ്നത്തിനു കാരണം രാമപാദാബ്ജങ്ങളാണേ തപോനിതേ ഞാനേതുമേയൊന്നറിഞ്ഞില്ല രാഘവൻ കാനനത്തിനെഴുന്നള്ളുവാൻ മൂലവം കേകയാ പുത്രിയാമമ്മതൻ വാക്കായ കാകോള വേഗമേ മൂലമതിനുള്ളും ഇപ്പോൾ അശുദ്ധനോ ശുദ്ധനോ ഞാനതിനിപ്പാദപത്മം പ്രമാണം ദയാനിതേ ശ്രീരാമചന്ദ്രനു ഭൃത്യനായി തൽപാദ വാരിജയുഗ്മം ഭജിക്കുന്നിയേ മമ മറ്റുള്ള ഭോഗങ്ങളാൽ എന്തൊരു ഫലം മുറ്റമതിനൊഴിഞ്ഞില്ലൊരാകാംക്ഷിതം ശ്രീരാഘവൻ ശരണാന്തികെ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു പൗരവശിഷ്ടാദികളോടു കൂടവേ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്തു രാജ്യത്തിനാശു കൂട്ടിക്കൊണ്ടുപോയിട്ട് പൂജനാം ജ്യേഷ്ഠനെ സേവിച്ചു കൊള്ളുവൻ ഇങ്ങനെ കേട്ടു ഭരതവാക്യം മുനി മംഗളാത്മാനമേനം പുണർനീടിനാൻ ചുംബിച്ചു മൂർധനി സന്തോഷിച്ചരുളിനാൻ കിംബുഹൂനാവത്സവൃത്താന്തമൊക്കിനാൻ ഞാനാദൃശ കണ്ടറിഞ്ഞിരിക്കുന്നതോ മനസ്സേ ശോകമുണ്ടാകൊല കേൾക്കനേ ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തി ലക്ഷ്മീപതിയായ രാമങ്കൽ നിർണയം ഇന്നിനി സൽക്കരിച്ചിടുവൻ നിന്നെ ഞാൻ വന്ന പടയുടുമില്ലൊരു സംശയം ഊണും കഴിഞ്ഞിങ്ങുറങ്ങി പുലർകാലെ വേണൻ്റെ ഗുനാഥനെ ചെന്നു കൂപ്പുവാൻ എല്ലാം അരുൾ ചെയ്ത വണ്ണം എനിക്കതിനുള്ളൊരു വൈമുഖ്യമെന്നു ഭരതന് കാൽ കഴുകി സമാജമ്യ മുനീന്ദ്രനോ ഏകാഗ്രമാനസനായ ദേവിദ്രുതം ഹോമാഗേഹസ്ഥനായി ധ്യാനവും ചെയ്തിതു കാമാസുരഭിയെ തൽക്ഷണേ കാനനം
ദേവേന്ദ്രലോക സമാനമായി വന്നിതു ദേവകളായി ചമഞ്ഞു അരുക്കളും ദേവവനീതമാരായി ലതകളും ഭാവന വൈഭവം എത്രയും അത്ഭുതം ഭക്തഭക്ഷ്യാദിപേയങ്ങൾ ഭോജ്യങ്ങളും ഭുക്തി പ്രസാദനം മറ്റും ബഹുവിധം ഭോജനശാലകൾ സേനാഗൃഹങ്ങളും രാജഗേഹങ്ങളും എത്ര മനോഹരം സ്വർണരത്നാവ്രാത നിർമ്മിതമൊക്കവെ വർണ്ണിപ്പതിനു പണിയുണ്ടനന്തരം കർമ്മണ ശാസ്ത്രദൃഷ്ടേന വസിഷ്ഠനെ സമ്മോദമോടു പൂജിച്ചതു മുമ്പിനാൽ പശ്ചാത് സസൈന്യം ഭരതം സസോദരൻ ഇച്ഛാനുരൂപേണ പൂജിച്ചനന്തരം തൃപ്തരായി തത്ര ഭരദ്വാജ മന്ദിരേ സുപ്തരായി അമരാവതി സന്നിവേദ ഉത്ഥാനവും ചെയ്തു ഷസി നിയമങ്ങൾ കൃത ഭരദ്വാജ പാദങ്ങൾ കൂപ്പിന താപസൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു ഭൂപതി നന്ദനന്മാരും പുറപ്പെട്ടു ചിത്രകൂടാചല പ്രാപ്യ മഹാബലം തത്ര പാർപ്പിച്ചു ദൂരെ കിഞ്ചിതന്തികെ മിത്രമായൊരു ഗുഹനും സുമന്ത്രനും ശത്രുഘ്നും ദാനുമായി ഭരതനും ശ്രീരാമ സന്ദർശനകാംക്ഷയാം മന്ദം ആരാനു നാനാതപോധന മണ്ഡലെ കാണാനോരോരോ മുനീവരന്മാരോട് താണു തൊഴുതു ചോദിച്ച മത്യാദരം കുത്ര വാഴുന്ന രഘുത്തമനത്ര സൗമിത്രിയോടും മഹീപുത്രിയോടും മുതാ ഉത്തമനായ ഭരതകുമാരനോടുത്തരം താപസന്മാരും അരുൾ ചെയ്തു ഉത്തര തീരെ സുരസരീതസ്ഥലേ ചിത്രകൂടാദ്രീതൻ പാർശ്വേ മഹാശ്രമേ ഉത്തമ പുരുഷൻ വാഴുന്നിതെന്നു കേട്ടത്രയും കൗതുകത്തോടെ ഭരതനും തത്രൈവ ചെന്ന് നേരത്തു കാണായി വന്നിതത്യത്ഭുതമായ രാമചന്ദ്രാശ്രമം പുഷ്പവലദള പൂർണ്ണം വല്ലി ഉത്തരു ഷഷ്പരമണീയ കാനന മണ്ഡലേ ആമ്രകദളി ബഹുളപനസങ്ങൾ ആമ്രാതകാർജുന നാഗപുന്നാഗങ്ങൾ കേരഭൂഗങ്ങളും ഗോപിതാരങ്ങളും ഏരണ്ട ചമ്പകാശോകതാലങ്ങളും മാലതീജാതി പ്രമുഖ ലതാവലി ശാലികളായ തമാലശാലങ്ങളും ഭൃംഗാതി നാനാവിഹംഗനാദങ്ങളും തുംഗമാതംഗ ഭുജംഗ പ്ലവക കുരങ്കാതി നാനാ മൃഗവ്രാതലീലയം ഭംഗ്യാസമാലോക്യ ദൂരെ ഭരതനും വൃക്ഷാഗ്രസംലഗ്നവൽക്കലാലങ്കൃതം പുഷ്കരാക്ഷാശ്രമം ഭക്തിയ വണങ്ങിനാൻ ഭാഗ്യവാനായ ഭരതനതു നേരം മാർഗരജസി പതിഞ്ഞു കാണായി വന്നു സീതാരഘുനാഥ പാതാരവിന്ദങ്ങൾ നൂതനമായതി ശോഭനം ഭാവനം അങ്കുശാബ്ജ വജ്ര മത്സ്യാദി കൊണ്ടങ്കിതം മംഗളം ആനന്ദമഗ്നനായി വീണുരുണ്ടും പിണഞ്ഞും കരഞ്ഞും തഥാരേണു തന്മൗലിയിൽ കോരിയിട്ടിടിനാൻ ധന്യോഹമിന്നഹോ മുന്നമ്മയാകൃതം പുണ്യപൂരം പരം ശ്രീരാമപാദപത്മാഞ്ചിതം ഭൂതലം ആരാലെനിക്കു കാൺമാനവകാശവും വന്നിതല്ലോ മുഹൂരിപ്പാദപാംസുക്കൾ അന്വേഷണം ചെയ്തുഴല്ലുന്നിതേറ്റവും വേദാവുമീശനും ദേവകദംബവും വേദങ്ങളും നാരദാദി മുനികളും ഇത്തമോർത്താത്ഭുത പ്രേമരസാപ്ലുത ചിത്തനായി ആനന്ദ ബാഷ്പാകുലാക്ഷനായി മന്ദമന്ദം പരമാശ്രമസന്നിധോ ചെന്നു നിന്നൊരു നേരത്തു കാണായിതു സുന്ദരൻ രാമചന്ദ്രൻ പരമാനന്ദം ഇന്ദിരാമിന്ദ്രാതി വൃന്ദാരക വൃന്ദ വന്ദിതാമിന്ദിരാമന്ദിരോരസ്ഥലം ഇന്ദ്രാവരജമിന്ദീവരലോചനം ദുർവാദള നിപശ്യാമളങ്കമളം പൂർവജം നീലനളീനദളേക്ഷണം രാമഞ്ജടാമകൂടം വൽക്കലാംബരം സോമബിംബാഭ പ്രസന്ന വക്രാംബുജം ഉദ്യത്തരുണാരുണായുധശോഭിതം വിദ്വസമാംഗിയാം ജാനകീയായൊരു വിദ്യയുമായി വിനോദിച്ചിരിക്കുന്നൊരു വിദ്യോദമാനം ആത്മാനമവ്യാകുലം വക്ഷശ്രീ ശ്രീവത്സലക്ഷ്മണം അവ്യയം ലക്ഷ്മീനിവാസം ജഗന്മയമച്യുതം ലക്ഷ്മണ സേവിതാപാദപങ്കേരുഹം ലക്ഷ്മണ ലക്ഷ്യസ്വരൂപം പുരാതനം ദക്ഷാരിസേവിതം പക്ഷീന്ദ്രവാഹനം രക്ഷോ വിനാശനം രക്ഷാവിചക്ഷണം ചക്ഷുശ്രവണ പ്രവരവല്യംഗം കുക്ഷിസ്ഥിതാനേക പത്മചാണ്ടംബരം കാരുണ്യപൂർണം ദശരഥ നന്ദനമാരണ്യവാസരസീകം മനോഹരം ദുഃഖവും പ്രീതിയും ഭക്തിയും ഉൾക്കൊണ്ടു തൃക്കാൽക്ക് വീണു നമസ്കരിച്ചിടിനാൻ രാമനവനെയും ശത്രുഘ്നനെയും
ആമോദാലെടുത്തു നിവർത്തി സസംഭ്രമം. ദീർഘബാഹുക്കളാലിംഗനം ചെയ്തു ദീർഘനിശ്വാസവും അന്യോന്യം ഉൾക്കൊണ്ടു. ദീർഘനേത്രങ്ങളിൽ നിന്നു ബാഷ്പോദകം ദീർഘകാലം വാർത്തു സോദരന്മാരെയും ഉത്സംഗസീമനി ചേർത്തു. പുനരവി വത്സങ്ങളും അണച്ചാനന്ദപൂർവകം സത്സംഗമേറെയുള്ളൊരു സൗമിത്രിയും തത്സമയെ ഭരതാംഘ്രികൾ കൂപ്പിനാൻ. ശത്രുഘ്നനുമതി ഭക്തി കലർന്നു സൗമിത്രി തൻ പാദാംബുജങ്ങൾ കൂപ്പിടിനാൻ. ഉഗ്രതൃഷാർത്ഥന്മാരായ പശുകുലമഗ്രി ജലാശയം കണ്ട പോലെ തഥാ വേഗേന സന്നിധൗ ചെന്നാശു കണ്ടിതു രാഘവൻ തൻ തിരുമേനി മനോധൃതം. രോദനം ചെയ്യുന്ന മാതാവിനെ കണ്ടു പാദങ്ങളിൽ നമിച്ചാൻ രഘുനാഥനും. എത്രയും ആർത്തി കൈക്കൊണ്ടു കൗസല്യയും പുത്രനു ബാഷ്പധാരാഭിഷേകം ചെയ്തു. ഗാഠമാശ്ലിഷ്യ ശിരസി മുകർന്നുടനൂടമോദം മുലയും ചുരന്നു. തഥാ അന്യരായുള്ളൊരു മാതൃജനത്തെയും പിന്നെ നമസ്കരിച്ചിടിനാനാദരം. ലക്ഷ്മണൻ താനും അവണ്ണം വണങ്ങിനാൻ. ലക്ഷ്മി സമയായ ജാനകി ദേവിയും ഗാഠമാശ്ലിഷ്യ കൗസല്യാദികൾ സമാരൂഢം തുടച്ചിടിനാർ കണ്ണുനേ. തത്ര സമാഗതം ദൃഷ്ട ഗുരുവരം ഭക്ത്യാവശിഷ്ടം സാഷ്ടാംഗമമ്മാറുടെ നത്താരകൂത്തമനാശു ചൊല്ലിടിനാൻ. എത്രയും ഭാഗ്യവാനാനെന്നു നിർണയം. താതനു സൗഖ്യമല്ലേ നിജമാനസേ ഖേദമുണ്ടോ പുനരെന്നെ പിരികയാൽ. എന്തോന്നു ചെന്നതെന്നോടു ചൊല്ലിടുവാൻ എന്തു സൗമിത്രിയെ കൊണ്ടു പറഞ്ഞതും. രാമവാക്യം കേട്ടു ചെന്നാൻ വസിഷ്ഠനും. ധീമതാ ശ്രേഷ്ഠ താതോ ദന്തമാശു കേൾ. നിന്നെ പിരിഞ്ഞതു തന്നെ നിരൂപിച്ചു മന്നവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ചു. രാമരാമേതി സീതേതി കുമാരേതി രാമേതി ലക്ഷ്മണേതി പ്രലാപം ചെയ്തു. ദേവലോകം ചെന്നു പുക്കാൻ അറിയുക നീ. ദേവഭോഗേന സുഖിച്ചു സന്തുഷ്ടനായി കർണശൂലാഭം ഗുരുവചനം സമാകർണ്യ രഘുവരൻ വീണിതു ഭൂമിയിൽ. തക്ഷണമുച്ച വിലപിച്ചിതേറ്റവും ലക്ഷ്മണനോടു ജനനീ ജനങ്ങളും ദുഃഖമാലോക്യ മറ്റുള്ള ജനങ്ങളും ഒക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. ഹതാതമാം പരിത്യജ്യ വിധിവശാലേതൊരു ദിക്കിനു പോയിതയ്യോ ഭവാൻ. ഹദോഹം അനാഥോസ്മി മാമിനി സ്നേഹേന ലാളിപ്പതാരനുവാസരം. ദേഹമിനി ത്യജിച്ചിടുന്നതുണ്ട് ഞാൻ മോഹമിനിക്കിനിയില്ല ജീവിക്കയിൽ. സീതയും സൗമിത്രി താനും വണ്ണമേ രോദനം ചെയ്തു വീണിടിനാർ ഭൂതലെ. തദ്ദശായാം വസിഷ്ഠോക്തികൾ കേട്ടവർ ഉൾത്താപമൊട്ടു ചുരുക്കി മരുവിനാർ. മന്ദാകിനിയിലിറങ്ങി കുളിച്ചവർ മന്ദേതര മുദകക്രിയയും ചെയ്താർ. പിണ്ടം മധു സഹിതേങ്കുതി സൽബല പിണ്യാക നിർമ്മിതാന്നം കൊണ്ടുവച്ചിതോ യാതൊരന്നം താൻ ഭുജിക്കുന്നതോ മധു സാദരം നൽക പിതൃക്കൾക്കുമെന്നല്ലോ വേദസ്മൃതികൾ വിധിച്ചതെന്നോർത്തതി. ഖേദേന പിണ്ടദാനാനന്തരം തഥാ സ്നാനം കഴിച്ചു പുണ്യാഹവും ചെയ്തതാ. സ്നാനാദനന്തരം പ്രാപിച്ചിതാശ്രമം അന്നുപവാസവും ചെയ്തിതെല്ലാവരും വന്നു ദീച്ചിടിനാനാദിത്യദേവനും. മന്ദാകിനിയിൽ കുളിച്ചു തുസന്ധ്യയും വന്നിച്ചു പോന്നാശ്രമേ വസിച്ചിടിനാർ. അടുത്തതായിട്ട് ഇനി ഭരതരാഘവ സംവാദത്തെക്കുറിച്ചാണ് ഇവിടെ പാരായണം ചെയ്യാൻ പോകുന്നത്. അന്നേരമാശു ഭരതനൻ രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭോ രാമ മഹാഭാഗ മാമക വാക്യം ചെവി തന്നു കേൾക്കണം. ഉണ്ടടിയനഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതു കൊണ്ടിനി വൈകാതെ ചെയ്യുക വേണം അഭിഷേകവും പാലനം. ചെയ്യുക രാജ്യം തവാ പൈത്രം യഥോചിതം. ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയാണാമതി. ശ്രേഷ്ഠമാധർമ്മം പ്രജാപരിപാലനം. അശ്വമേധാദിയും ചെയ്തു കീർത്തിയാചിരം വിശ്വമെല്ലാം പരത്തി കുലതന്തവേ. പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജപുത്രങ്കലാക്കി വനത്തിനു പോകണം. ഇപ്പോൾ അനുചിതമത്രേ വനവാസം അത്ഭുത വിക്രമനാഥ പ്രസീതമേ. മാതാവ് തന്നെ ദുഷ്കൃതം താവക ചേതസി ചിന്തിക്കരുതു ദയാനിധി. പ്രാതാവ് തന്നെ പാദാംബുജം ശിരസ്യാധ്യായ ഭക്തി പൂണ്ടിത്ത മുര ചെയ്തു. ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതോ പണ്ഡിതനായ ഭരതകുമാരനും. മുത്താപ്യ രാഘവൻ ഉത്സംഗമാരോപ്യ ചിത്തമോദേന ഉണർന്നു ചൊല്ലിയിടിനാൻ. മദ്വാക്യം അത്ര കേട്ടാലും കുമാരനെ
യത്വയോക്തം മയാ തദൈവ ശ്രുതം. താതനെന്നെ 14 സംവത്സരം പ്രീതനായി കാനനം വാഴ്കെന്നു ചൊല്ലിനാൻ. പിത്രാ നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നതു കാരണം. ചേതസാ പാർക്കിൽ നമുക്കിരുവർക്കും ഈ താത നിയോഗമനുഷ്ഠിക്കയും വേണം. യാതൊരു പിതൃവാക്യത്തിൽ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നിതു ഭൂതലേ. ജീവാമൃതന്നവൻ നിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ലൊരു സംശയം. ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോകനാൻ ദണ്ഡകം തന്നിൽ വാണിടുവൻ. രാമവാക്യം കേട്ടു ചെന്നാൻ ഭരതനും കാമുകനായ താതൻ. മൂഢമാനസൻ ശ്രീജിതൻ ഭ്രാന്തനുത്തമൻ വയോധികൻ രാജഭാവം കൊണ്ട് രാജസമാനസൻ. ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമതി. മന്നവനായി ഭവാൻ വാഴ്ക മടിയാതെ എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാം. ഭൂമി ഭർത്ത പിത നാരീജിതനല്ല, കാമിയുമല്ല, മുടാത്മാവുമല്ലകൾ. താതന സത്യഭയം കൊണ്ടു ചെയ്തതിനേതുമേ ദോഷം പറയരുതോർക്ക നീ. സാധുജനങ്ങൾ നരകത്തിലും അതിഭീതി പൂണ്ടിടും അസത്യത്തിൽ മാനസേ. എങ്കിൽ ഞാൻ വാഴ്വൻ വനെ നിന്തിരുവടി സങ്കടമെന്നിയ രാജ്യവും വാഴുക. സോദരനിത്തം പറഞ്ഞതു കേട്ടതി സാദരം രാഘവൻ പിന്നെയും ചൊല്ലിനാൻ. രാജ്യം നിനക്കും എനിക്കു വിവേനവും പൂജനാം താതൻ വിധിച്ചതു മുന്നമേ. വ്യത്യയമായി അനുഷ്ഠിച്ചാൽ നമുക്കത് സത്യവിരോധം വരുമെന്നു നിർണയം. എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെ പോലെ പോരുവൻ. കാനനത്തിനരുതെങ്കിൽ ചേരുവൻ ചെന്നു പരലോകമാശു ഞാൻ. നിത്യോപവാസേന ദേഹമുപേക്ഷിപ്പൻ നിത്യേവമാത്മനെ നിശ്ചയിച്ചന്തികെ. ദർഭ വിരിച്ചു കിഴക്കു തിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്ത് പൊക്കു ഭരതന. നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽബോധനാർത്ഥം നയനാന്തസജ്ഞയാ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്നു കൈകേയി സുതനോട് ചൊല്ലിനാൻ. മൂടനായിടല കേൾക്ക നീ എങ്കിലോ ഗൂഢമായൊരു വൃത്താന്തം. നൃപാത്മജ രാമനാകുന്നതു നാരായണൻ പരൻ താമരസോത്ഭവ നർത്തിക്ക കാരണം. ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നിത്. രാവണനെ കൊന്ന ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ യോഗമായ ദേവിയായതു ജാനകി. ഭോഗിപ്രവരനാകുന്നതു ലക്ഷ്മണൻ. ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാരെന്നറിയുക വഴി പോലെ. രാവണനെ കൊൽവതിന്നു വനത്തിനു ദേവകാരാർത്ഥം പുറപ്പെട്ടു രാഘവൻ. മന്ദരവാക്യവും കൈകേയി ചിത്ത നിർബന്ധവും ദേവകൃതമെന്നറിയുക നീ. ശ്രീരാമദേവ നിവർത്തനത്തിങ്കലുള്ള ആഗ്രഹം നീയും പരിത്യജിച്ചിടുക. കാരണപുരുഷാനുജ്ഞയാ സത്വരം നീ രാജധാനിക്ക് പോകാമടിയാതെ. മന്ത്രികളോടും ജനനീജനത്തോടും അന്തമില്ലാതെ പടയോടും ഇപ്പോഴേ ചെന്ന അയോധ്യാപുരി പൊക്കു വസിക്ക നീ. വന്നിടും അഗ്രജൻ താനും മനുജനും ദേവിയും 7 സംവത്സരാവതോ രാവണൻ തന്നെ വധിച്ചു സ്വപുത്രകം. ഗുരുക്തികൾ കേട്ടു ഭരതനും ചിത്തെ വളർന്നൊരു വിസ്മയം. കൈക്കൊണ്ടു ഭക്താരകൂത്തമാ സന്നിധൗ സാദരം ഗത്വാ മുഹുർ നമസ്കൃത്വാ സസോദരം പാദുകാം ദേഹി രാജേന്ദ്ര രാജ്യായതേ. ബുദ്ധ്യ മമ സേവിച്ചു കൊള്ളുവാൻ യാവത്തവാഗമനം ദേവദേവാമി. താവ ഏവാനാരഥം ഭജിച്ചിടുവാൻ ഇത്തംബരതൊക്തി കേട്ടൊരു ഗൗതമൻ. പൊൽത്താരടികളിൽ ചേർത്താമിതിയടി ഭക്തിമാനായ ഭരതനു നൽകിന. നത്ത പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും ഉത്തമരത്നവിഭൂഷിത പാതുകാം. ഉത്തമാങ്കെ ചേർത്ത് രാമ നരേന്ദ്രനെ ഭക്ത്യാ പ്രദക്ഷിണം കൃത്വ നമസ്കരിച്ചുത്തായ വന്നിച്ചു ചൊന്നാൻ സഗദ്ഗതം. മന്യബ്ദപൂർണേ പ്രഥമദിനേ ഭവാൻ വന്നതില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ. അന്യ ദിവസമുഷസി ജ്വലിപ്പിച്ചു വന്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും
തുടച്ചൻപോട് ചൊല്ലിനാൻ അങ്ങനെ തന്നെയൊരന്തരമില്ലതിനങ്ങു ഞാനെന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തതു. ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്നിച്ചു. മന്ദേതരം പുറപ്പെട്ടു ഭരതനും മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ഭാദ്രാവും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതസി ചേർത്തുകൊണ്ടാരുടെ മോദേന കൊണ്ടുപോയിടിനാൻ. ശൃംഗിവേരാധിപനായ ഗുഹനെ മംഗളവാച പറഞ്ഞയച്ചിടിനാൻ. മുമ്പിൽ നിന്നു ഗുഹൻ വഴി കാട്ടുവാൻ പിമ്പെ പെരുമ്പടയും നടക്കൊണ്ടിതു. കൈകെയ്താനും സുതാനുവാദം കൊണ്ടു ശോകമകന്നു നടന്നു മകനുമായി. ഗംഗ കടന്നു ഗുഹാനുവാദേന നാലംഗപ്പടയോടുകൂടി കുമാരന്മാർ ചെന്നയോധ്യാപുരി പൊക്കൂര് രഘുവരൻ തന്നെയു ചിന്തിച്ചനോദിനം ഭക്ത വിശുദ്ധ ബുദ്ധ്യാപുരവാസികൾ നിത്യസുഖേന വസിച്ചിതെല്ലാവരും. താപസവേഷം ധരിച്ചു ഭരതനും താപേന ശത്രുഘ്നനും വ്രതത്തോടുടെ ചെന്നു നന്ദി ഗ്രാമം അൻപോട് പോക്കിയത്. വന്നിതാനന്ദ ജഗവാസികൾക്കെല്ലാം പാതുകം വെച്ചു സിംഹാസനെ രാഘവ പാദങ്ങളെന്നു സങ്കൽപ്പിച്ചു സാദരം. ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിച്ചു കൊണ്ട് അന്തികെ സേവിച്ചു നിന്നാരിരുവരും. നാനാമുനിജന സേവിതനായൊരു മാനവവീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടും മനോജനോടും മുതാ മാനസാനന്ദം കലർന്നു ചില ദിനം. ചിത്രകൂടാചലെ വാണോരനന്തരം ചിത്തെ നിരൂപിച്ചു കണ്ടു രഘുവരൻ. മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്നു വന്നെത്തുമിവിടെ ഇരുന്നാലിനിയുടെ സത്തരം ദണ്ഡകാരണ്യത്തിനായി കൊണ്ട് ബദ്ധമോദം ഗമിച്ചിടുക വേണ്ടതും. ഇത്തം വിചാര്യ ധരിത്രി സുതയും അത്യുത്തമനായ സൗമിത്രിയുമായി തഥാ തത്യാജ ചിത്രകൂടാചലം രാഘവൻ സത്യസന്ധൻ നടക്കൊണ്ടാൻ വനാന്തരേ. അടുത്തതായി പാരായണം ചെയ്യുന്നത് അത്രി ആശ്രമ പ്രവേശത്തെക്കുറിച്ചാണ്. അത്രി തന്നാശ്രമം പൊക്കു മുനീന്ദ്രനെ ഭക്ത്യാ നമസ്കരിച്ചു രഘുനാഥനും. രാമോഹമദ്യതനുയോസ്മി മഹാമുനി ശ്രീമൽപദം തവ കാണായ കാരണം സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ വരൻ മോക്ഷദൻ എന്നതറിഞ്ഞു മുനീന്ദ്രനും. പൂജിച്ച് തർക്യപാദ്യാദികൾ കൊണ്ടു തം രാജീവലോചനം ഭാതൃഭാര്യാനിതം ചൊല്ലിനാൻ ഭൂപാലനന്ദനന്മാരോട് ചൊല്ലിഴുമെന്നുടെ പത്നിയുണ്ടത്രകൾ എത്രയും വൃദ്ധ തപസ്സിനിമാരിൽ വെച്ചുത്തമയായ ധർമ്മജ്ഞാതബോധന പർണശാലാന്തർഗൃഹേ വസിക്കുന്നതു ചെന്നു കണ്ടാലും ജനക നൃപാത്മജേ എന്നതു കേട്ടു രാമാജ്ഞയാ ജാനകി ചന്ദനസൂയാപദങ്ങൾ വണങ്ങിനാൾ. വത്സേ വരീകരികേ ജനകാത്മജേ സത്സംഗം ജന്മസാഫല്യമോർക്ക നീ. വത്സേ പിടിച്ചു ചേർത്താലിംഗനം ചെയ്തു തൽസ്വഭാവം തെളിഞ്ഞു മുനിപത്നിയും. വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വമോഹനമായ അതുകൂലവും കുണ്ടലവും അംഗരാഗവും എന്നിവ മണ്ഡനാർത്ഥം മനസൂയ നൽകിയിടിനാൾ. നന്നുപാതിവൃത്യമാശ്രിത്യ രാഘവൻ തന്നോടുകൂടി നീ പോന്നതും ഉത്തമം. കാന്തി നിനക്കു കുറയായി ഒരിക്കലും ശാന്തനാകും തവ വല്ലഭൻ തന്നോടും ചെന്നു മഹാരാജധാനീയകം പൊക്കു നന്നായി സുഖിച്ചു സുചീരം വസിക്കനീ. ഇത്തമനുഗ്രഹവും കൊടുത്താതരാൽ ഭർത്തുരഗ്രേ ഗമിക്കെന്നയച്ചിടിനാൾ. മൃഷ്ടമായി മൂവരെയും ഭുജിപ്പിച്ചതാ തുഷ്ടി കലർന്നു തപോധനത്രിയം. ശ്രീരാമനോടരുൾ ചെയ്തു ഭവാനഹോ നാരായണനായതെന്നറിഞ്ഞേനഹം. നിന്മഹാമായ ജഗത്രയാവാസിന സമോഹകാരിണിയായതോ നിർണയം. ഇത്തരമത്രി മുനീന്ദ്രവാക്യം കേട്ടു തത്ര രാത്രോ വസിച്ചു രഘുനാഥനും. ദേവനും ആ ദേവിയോടരുളി ചെയ്തി ദേവമെന്നാൾ കിളി പൈതലക്കാലമേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇതോടുകൂടി അധ്യാത്മരാമായണത്തിലെ ഉമാമഹേശ സംവാദത്തിൻ്റെ അയോധ്യകാന്ഡ സമാപിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വിനീതമായ നമസ്കാരം.